Foreign Lands. R. Stevenson. Up in the cherry tree, who should climb but little me? ചെറി ട്രീയുടെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് അയാൾ കണ്ട കാഴ്ചകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അയാൾ ചോദിക്കേണ്ടത്, ഈ ചെറിമരത്തില് ഞാനല്ലാതെ വേറെ ആരാണ് കയറുക? അതാണ് ആദ്യത്തെ രണ്ട് ലൈൻസിന്റെ മീനിങ്. I held the trunk with both my hands and looked abroad on foreign lands. ഞാൻ എന്റെ രണ്ട് കയ്യിലും ഒരു പാത്രം, ട്രങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മരപ്പെട്ടിയാണ്, ചെറീസ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം. ആ മരപാത്രം എന്റെ രണ്ട് കയ്യിലുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ദൂരെ ആ കാണുന്ന ആ ഫോറിൻ ലാൻഡ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I saw the dimpling river pass and be the sky's blue looking glass. ഒരു മരത്തിന്റെ മുകളിൽ അയാൾക്ക് കാണാവുന്ന കാഴ്ചയിൽ ഈ അന്യമായിട്ടുള്ള ദേശങ്ങൾ, ഫോറിൻ ലാൻഡ്സ് ഇങ്ങനെ കാണുന്നുണ്ട്. അയാൾ ഇതുവരെ കാലെടുത്ത് വെക്കാത്ത, എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ. പിന്നെ അയാൾ പറയുന്നുണ്ട്, ഒരു കളകളാരവത്തോടു കൂടി ഒഴുകുന്ന പുഴയുണ്ട്. പിന്നെ ബ്ലൂ ലുക്കിംഗ് ഗ്ലാസിനെ പോലെ തോന്നിക്കുന്ന ആകാശമുണ്ട്, നീലാകാശം. ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഒരു ലുക്കിംഗ് ഗ്ലാസിനെ പോലെ തോന്നിക്കുന്ന ആകാശം. The rusty roads go up and down with people tramping into town. പിന്നെ റസ്റ്റി റോഡ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ടൗൺ. ദ്രവിച്ച് അതുപോലെ തുരുമ്പെടുത്ത റോഡുകൾ, പാതയോരങ്ങൾ എന്നാണ് അയാൾ പറയുന്നത്, പാതകൾ എന്നാണ് അയാൾ പറയുന്നത്. അത് കയറ്റും ഇറക്കമൊക്കെ ഉള്ള ഒരു രൂപത്തിൽ അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മരത്തിന്റെ മുകളിൽ. അയാൾ പറയുന്നുണ്ട്, അതിലൂടെ നടന്നിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ടൗണിലേക്ക് പോകുന്നത്. ട്രാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചുവടുകൾ വെച്ച് ആളുകൾ എന്ത് ചെയ്യാണ്? അതിലൂടെ നടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. If cloud find a higher tree, further and further I should see. ഇതിനെ ഇനി രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൽ പറയുന്നത്, ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സീ. ഞാൻ കുറച്ചുകൂടി ദൂരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കാണാൻ പറ്റും എന്ത്? ഞാനിപ്പോ നിൽക്കുന്ന മരത്തിനേക്കാളും വലിപ്പമുള്ള ഒരു മരം. അങ്ങനെ ഒരു Where the grown-up river slip into the sea among the sheep. മരത്തെ എനിക്ക് കിട്ടുകയാണെങ്കിൽ, to where the grown up river sleeps into the sea among the ships. അയാൾ പറയാണ്, എവിടെ ആയിരിക്കണം എനിക്ക് ആ മരം കിട്ടേണ്ടത്? ഇത്രയും ഹൈറ്റിലുള്ള മരം. അതായത് ഇയാളൊരു പുഴയെ പറ്റി പറയുന്നുണ്ടല്ലോ, ആ പുഴ ഈ ഷിപ്പുകളൊക്കെ, അതായത് കപ്പലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കടലിലേക്ക് ഈ പുഴ വന്നെത്തിച്ചേരുന്ന ഒരു സ്ഥലത്തെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ സ്ഥലത്തെ കാഴ്ച കിട്ടുന്ന രൂപത്തിലായിരിക്കണം എനിക്ക് കിട്ടുന്ന മരം എന്ന് അയാൾ പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരുപാട് ഷിപ്പുകൾ നിറഞ്ഞു കിടക്കുന്ന കടലിലേക്ക് കാഴ്ച കിട്ടുന്ന, ഇയാൾ മുമ്പ് കണ്ടിട്ടുള്ള പുഴ വന്നു ചേരുന്ന കടലിലേക്ക് കാഴ്ച കിട്ടുന്ന ഉയരമുള്ള ഒരു മരത്തിലായിരിക്കണം ഞാൻ ഇനി കയറേണ്ടത്. ഞാനിപ്പോ നിൽക്കുന്ന ഈ ചെറിയ മരത്തേക്കാളും ഉയരമുള്ള മരം കിട്ടണമെന്ന് അയാൾ പറയുന്നു. ലാസ്റ്റ് ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? ഒന്നുകൂടി ഈ അരികത്തൊക്കെ നോക്കുകയാണ്. ഇയാളിപ്പോ കുറെ വിദൂരത്തേക്കാണല്ലോ അയാളുടെ കാഴ്ച നട്ടത്. ഇപ്പൊ അരികത്തേക്ക് നോക്കുമ്പോ ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. എന്നിട്ട് തൊട്ടരികത്ത് തന്നെ എന്തുണ്ട്? ഒരു ഗാർഡൻ ഉണ്ട്. അയാളുടെ അയൽപക്കത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. അഡോൺ വിത്ത് ഫ്ലവേഴ്സ്. അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാർഡന് അത്യാഡംബരത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതിൽ വർണ്ണശബളിമായ ആർന്ന പുഷ്പങ്ങളുണ്ട്.
അയാളുടെ കൺമുമ്പിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. അഡോൺ വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ ആൻഡ് മെനി പ്ലസന്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. എനിക്ക് അതിലപ്പുറമുള്ള കാഴ്ച ഇയാൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആനന്ദം നൽകുന്ന ഒട്ടനവധി പ്രദേശങ്ങൾ അയാൾ മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ളത് എന്താണ് പറയുക, താനെങ്കും മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഒട്ട് ആനന്ദദായകമായിട്ടുള്ള സ്ഥലങ്ങൾ അയാളുടെ കൺമുമ്പിൽ കാണുന്നു എന്നാണ് കാര്യം. ഇതാണ് അയാൾ പറയുന്നത്. അതായത് അയാളുടെ ചുറ്റുവട്ടത്തും ആ ചുറ്റുവട്ടത്തിനപ്പുറം വിദൂര സ്ഥലങ്ങളിലേക്കും അയാളുടെ കാഴ്ചയെ നടുകയാണ്. അപ്പൊ ഈ ചെറിമരത്തിൽ നിന്നും അയാൾക്ക് കാണാവുന്ന കാഴ്ചകളെ അയാൾ വിശദീകരിക്കുകയാണ്. R.L. സ്റ്റീവൻസൺ അല്ലെങ്കിൽ ഈ പോയത്തിന്റെ സ്പീക്കർ. അയാൾ പ്രകൃതിയെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.